ഈ ലോക ജീവിത പ്രശസ്തിയോ അല്ലെങ്കിൽ അധികമായ സമ്പത്തോ അല്ലെങ്കിൽ പാരമ്പര്യമോ നേട്ടമോ ഒന്നും എൻ്റെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കില്ല. അത് ഒരു രീതിയിലും ഉപകരിക്കില്ല. നമ്മൾ ഈ ലോക ജീവിതത്തിൽ നിന്ന് തിരികെ പിതാവിൻ്റെ പക്കലേക്ക് പോകുമ്പോൾ പിതാവ് ചോദിക്കുന്ന ഒരു കാര്യം, നീ എത്ര നന്മ ചെയ്തു, നീ എത്ര ആത്മാക്കളെ നേടി, നിൻ്റെ ജീവിതത്തിൽ നീ എത്രമാത്രം സ്നേഹത്തിൽ നിൻ്റെ മക്കളോട്, നിൻ്റെ ഭർത്താവിനോട്, നിൻ്റെ അയൽക്കാരോട് വർത്തിക്കാൻ നിനക്ക് സാധിച്ചു. അതല്ലേ ചോദിക്കുന്നത്? അല്ല എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് ചോദിക്കുമോ? ഇല്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് നേടി? ഈശോയുടെ സ്വർഗം സ്വന്തമാക്കാനായിട്ട് നീ എന്താ നേടിയത്? നീ ദൈവത്തിന് മുഖ്യസ്ഥാനം നൽകിയോ? നീ ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൽ മുഖ്യസ്ഥാനം നൽകിയോ? അതോ മറ്റു ദൈവങ്ങളെ നീ പ്രതിഷ്ഠിച്ചോ? മറ്റ് വ്യക്തികളെ നീ പ്രതിഷ്ഠിച്ചോ? നിൻ്റെ പണത്തെ നീ പ്രതിഷ്ഠിച്ചോ? നിൻ്റെ സ്വത്തിനെയും സമ്പത്തിനെയും ഒക്കെ നീ വലിയ സമ്പാദ്യമായി നീ കരുതിയോ? പോരാ, ദൈവത്തിന് നീ മുഖ്യസ്ഥാനം നൽകിയെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ജീവിതം സ്വർഗതുല്യമായിട്ട് മാറും. ആത്മരക്ഷ നിനക്ക് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നീ എപ്രകാരം ആ വിശ്വസ്തയോടെ വർത്തിക്കാനായിട്ട് നിനക്ക് സാധിച്ചോ? സത്യസന്ധതയോടെ നിൻ്റെ ജീവിതത്തെ കാത്തു സൂക്ഷിച്ചോ? നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നീ നിറവേറ്റിയോ? എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ സ്വീകരിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് മാറും. ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നൽകുന്ന രക്ഷ നിനക്ക് എപ്രകാരം സ്വീകരിക്കാം? യെശയ്യായുടെ പുസ്തകത്തിൽ 63-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് ഏറ്റു പറയുന്നത് നല്ലതായിരിക്കും ഈ വചനം. എല്ലാവരും ഏറ്റു പറയുക. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കേ, എത്ര പ്രത്യാശ നൽകുന്ന വചനമാണ്. നമ്മുടെ കഷ്ടതകളിൽ, നമ്മുടെ വേദനകളിൽ ഈശോ ദൂതന്മാരെ, ദൈവം ദൂതന്മാരെ ഒന്നുമല്ല അയക്കാൻ വന്നത്, മറിച്ച് അവൻ നേരിട്ടെത്തി. അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. നമ്മുടെ ജീവിതത്തിൽ വേദനകൾ, സഹനങ്ങൾ, ദുരിതങ്ങൾ, ഒറ്റപ്പെടലുകൾ, ആരുമില്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായപ്പോൾ നീ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചെങ്കിൽ കർത്താവ് നേരിട്ടാണ് വന്നിരിക്കുന്നത് നിന്നെ രക്ഷിക്കാൻ. അവിടുന്ന് ദൂതന്മാരെ അയച്ച്, മറ്റ് മീഡിയേറ്റേഴ്സിനെ അയച്ച് നിന്നെ രക്ഷിക്കാനല്ല വന്നത്, അല്ലെങ്കിൽ ഒരു സഹായകനെ അയച്ചല്ല, മറിച്ച് അവൻ നേരിട്ട് നിന്നെ രക്ഷിക്കാനായിട്ട് വന്നിരിക്കുക.